മഹിമയെ പോലെയാണോ നമ്മള്? ജയിലിലേക്ക് പോയാ സമൂഹത്തിൽ നമുക്കുള്ള നിലയും വിലയൊക്കെ പോയില്ലേ? ഇവൻ ഇതൊക്കെ വെറുതെ പറയുന്നതാ. എന്നെ സഹായിക്കാനൊന്നും ഇവനിത് ചെയ്യില്ല. എന്നെ തട്ടിക്കൊണ്ടുപോയ ഒരുത്തിയെ സഹായിക്കേണ്ട വേറെ എന്താവശ്യമാണ് എനിക്കുള്ളത്? സഞ്ജുവിന്റെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, അവൻ കാരണം നീ രക്ഷപ്പെട്ടു എന്നത് സത്യമാ. പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം ഈ വീട്ടിൽ നിന്ന് ആരോ മഹിമയെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാ. നിങ്ങളെല്ലാരും എന്നെ സംശയിക്കുവാണോ? അതിന് നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വീട്ടില് പുതുതായി കയറിയ അംഗം നീയാണല്ലോ. പോരാത്തതിന് നീ ഗിരിയുടെ അനിയത്തിയാ. അപ്പോ സംശയം തോന്നുന്നു സ്വാഭാവികമല്ലേ? എനിക്കിതുപോലെ പലരെയും സംശയമുണ്ട്. ഞാനായിട്ട് ഇതാരാ ചെയ്തെന്ന് കണ്ടുപിടിച്ച ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. കുറ്റക്കാരാരാണെങ്കിലും മുന്നോട്ട് വന്ന് കുറ്റസമ്മതം നടത്തുന്നത് നല്ലത്. ഞാൻ ജീവനോടെങ്കിലും വിടും. നിന്റെയും ഭാര്യയുടെയും കാര്യം പോക്ക. വാ ചാച്ചു. ശല്യം. ഇവളുടെ കയ്യിൽ എപ്പന്റെ റിമോട്ട് കൺട്രോള്. ഫോൺ നോക്കാൻ തന്നെ ടെൻഷനായി തുടങ്ങി. സൈലന്റ് ആക്കി വെക്കാം. എന്തു പറ്റി? ഒന്നുമില്ല. സഞ്ജേട്ടൻ പെട്ടെന്ന് കയറി വന്നപ്പോ ഒന്ന് പേടിച്ചു പോയി, അത്രേ ഉള്ളൂ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് രഹസ്യമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ടാ എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മോശം കാര്യങ്ങൾ വരെ ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളത്. നീയും എന്നോട് അതേ സത്യസന്ധതയാണ് കാണിച്ചതെന്നാ എന്റെ വിശ്വാസം. പക്ഷേ ഇപ്പൊ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഈശ്വര, ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് ഇവൻ കണ്ടുപിടിച്ചോ? എന്താ സഞ്ജുട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ ആയിപ്പോയി മോളെ. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ഞാൻ ചോദിക്കുന്നതിന് നീ വ്യക്തമായും സത്യസന്ധമായും ഉത്തരം നൽകണം. ഇല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യം തന്നെ പ്രതിസന്ധിയിലാവും. ഏട്ടന് എന്താ അറിയണ്ടേ? ചോദിച്ചോളൂ. എന്താ സഞ്ജുട്ടാ? വീട്ടിൽ നിന്ന് ലഡ്ജർ മോഷ്ടിക്കാൻ മഹിമയെ സഹായിച്ച നീയാണോ? ഇത്രേ ഉള്ളോ? ഇത് കൈകാര്യം ചെയ്യുന്നതേ ഉള്ളൂ. ചോദിച്ചതിന് മറുപടി പറ സ്വപ്നേ. അതെ, ഞാൻ തന്നെയാ മഹിമയെ സഹായിച്ചത്. എനിക്ക് തോന്നി. എന്തിനാ സ്വപ്ന നീ അങ്ങനെ ചെയ്തേ? സഞ്ജുവേട്ടന് വേണ്ടി, അല്ലാതെ എന്തിനു? മഹിമയെ സഹായിച്ചുകൊണ്ട് എനിക്കെന്ത് ഗുണം കിട്ടാനാ സ്വപ്നേ? ഞാൻ മഹിമയെ സഹായിക്കാനല്ല ഇതെല്ലാം ചെയ്തത്. ആ ലെഡ്ജറിലുള്ള തെളിവുകളെല്ലാം ശാലിനിക്കെതിരെ ഉള്ളതാ. അത് പുറത്തു വന്നാ ശാലിനി ജയിലിൽ പോകേണ്ടി വരും. ആദ്യം ഞാൻ വിചാരിച്ചത് നമുക്ക് തന്നെ അത് പുറത്തുവിടാന്നായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താ ഗോപാൽജി എങ്ങനെയെങ്കിലും അത് ചെയ്തതാരാണെന്ന് കണ്ടുപിടിക്കും. അത് നമുക്ക് അപകടമാവും. അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ മഹിമ എന്നോട് ഗോപാൽജിക്കെതിരെ നിൽക്കാൻ സഹായം ചോദിച്ചത്. ഈ ലെഡ്ജറ് അവള് വഴി പുറത്തു വന്നാ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ശാലിനി ജയിലിലാവുകയും ചെയ്യും. ഗോപാൽജി അതിന് കാരണക്കാരി മഹിമയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തോളൂ.
അങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. ശാലിനി അറസ്റ്റിലായി ജയിലിലേക്ക് പോയാ പിന്നെ അച്ഛന് സഞ്ജുവേട്ടനെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. ശാലിനി പുറത്തു വരുമ്പോഴേക്കും അച്ഛന്റെ മുഴുവൻ ബിസിനസ്സും സഞ്ജുവേട്ടന്റെ കൈക്കുള്ളിൽ ഒതുങ്ങും. പിന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ. പോരാത്തതിന് ഡാഡിക്ക് ഇപ്പൊ നമ്മളെ സംശയവുമാണ്. അതിനെക്കുറിച്ച് സഞ്ജുവേട്ടൻ വിഷമിക്കണ്ട. അച്ഛന്റെ സംശയം മാറ്റാനുള്ള വഴി എനിക്കറിയാം. അതെന്താ? ഗോപാൽജിയുടെ സംശയം മറ്റൊരാളുടെ നേരെ തിരിച്ചുവിട്ടാ മതി. നമ്മള് ഗോപാൽജി മറക്കും. അല്ല, അങ്ങനെ ആരാ ഉള്ളത്? അതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നാളെ സഞ്ജുവേട്ടൻ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്ത് വില കൊടുത്തും ഞാൻ സഞ്ജുവേട്ടനെ ഈ കമ്പനിയുടെ തലപ്പത്തെത്തിക്കും. ഇത് സ്വപ്നയുടെ വാക്കാ. ഐ ലവ് യു ബേബി. ലവ് യു ടു. സ്വപ്ന അച്ഛന്റെ അടുത്ത് കുറ്റസമ്മതം നടത്തിയോ? ഇല്ല. അവളെ അധികം വൈകാതെ അത് ചെയ്യാനാ സാധ്യത. ചേട്ടൻ കയ്യോടെ പൊക്കിക്കഴിഞ്ഞാ കൂടുതൽ പ്രശ്നമാവുന്ന അവക്കറിയാം. അവള് കുറ്റസമ്മതം നടത്തിയ ഞാൻ അവളെ വെറുതെ വിടുന്ന അവള് കരുതിയിരിക്കുന്നെങ്കിൽ അവക്ക് തെറ്റി. എന്നെ ചതിച്ചവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. വെറുതെ വിടരുതച്ഛ. അല്ലെങ്കിൽ ഇനിയും ആളുകൾ അച്ഛനെ ചതിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അവൾക്ക് ഗർഭിണിയാണെന്ന പരിഗണന പോലും കൊടുക്കരുത്. ഡാഡി, ആ, സ്വപ്നയ്ക്ക് ഡാഡിയോട് ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മഹിമയെ സഹായിക്കുന്ന ഒരാളുണ്ട്. മഹിമയ്ക്ക് വേണ്ട വിവരങ്ങളെല്ലാം കൊടുത്ത് അവളെ ഈ വീട്ടിൽ മോഷ്ടിക്കാൻ സഹായിച്ചത് അയാളാ. നീ ആരെ കുറിച്ചായി പറയുന്നേ? ഗിരിയേട്ടിനെ കുറിച്ച്.